നമസ്കാരം. സെപ്റ്റംബർ 17 ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുകയാണ്. പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം 12ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം മറ്റൊരു പാതയിലാണ്. ആരാധകർക്ക് മോദി ആദരണീയ രാഷ്ട്രീയ ബിംബമാണ്. രാജ്യത്തെ പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കും നയിക്കുന്ന അക്ഷീണ നായകൻ, രാജ്യങ്ങൾ കാതോർക്കുന്ന ലോക നേതാവ്, 24 മണിക്കൂറും പ്രവർത്തന നിരതനായ കർമ്മയോഗി. പിറന്നാളുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും മോദി ഒരു കാലത്തും നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആഘോഷങ്ങളും സേവന പ്രവർത്തനങ്ങളുമൊക്കെയായി സാധാരണ മട്ടിൽ കടന്നു പോകുമായിരുന്നു. ഗുജറാത്ത് വടനഗറിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന അനുശീല നേതാവിലേക്കുള്ള വളർച്ചയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം. ഒരു വ്യാഴവട്ടക്കാലം മുഖ്യമന്ത്രി കസേരയിൽ തുടർന്ന മോദി വികസനത്തിന്റെ ഗുജറാത്ത് മോഡൽ എന്ന പ്രയോഗത്തിനെ സൃഷ്ടിച്ചു. പ്രവർത്തന മണ്ഡലം രാജ്യ തലസ്ഥാനത്തേക്ക് മാറിയെങ്കിലും ഗുജറാത്തിൽ പാർട്ടിയെ നയിക്കുന്ന ഇന്ധനം മോദി തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചായ വിട്ടു തുടങ്ങിയ ബാല്യം, സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങളിൽ പ്രചോദനം കൊണ്ട കൗമാരം, RSS ആശയങ്ങളിൽ ആകൃഷ്ടനായ യൗവനം. ഗുജറാത്തിൽ തുടങ്ങിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ അശ്വമേധം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി നിൽക്കുന്നു. നിരവധി ലോക നേതാക്കളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്ന് സമൂഹ മാധ്യമത്തിലടക്കം കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിനോടൊപ്പം പ്രധാനമന്ത്രിയുടെ ആസ്തിയെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. നിലവിൽ 3 കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ വരുമാന മാർഗം ശമ്പളവും പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് തുകയുടെ പലിശയും ചേർന്നാണ്. ഒരു തരത്തിലുള്ള കടബാധ്യതയും നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല. 2014 മെയ് മുതൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ദീർഘകാലം ഗുജറാത്ത് മുഖ്യമന്ത്രി സേവനം അനുഷ്ഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി കാറോ വീടോ ഭൂമിയോ ഇല്ലെന്നതാണ് വാസ്തവം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെ ആസ്തിയായി കാണിച്ചിരിക്കുന്നത് 3 കോടി 2 ലക്ഷമാണ്. പ്രധാനമന്ത്രിയുടെ ഭൂരിഭാഗവും പണവും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. SBIയിൽ 2 കോടി 86 ലക്ഷത്തി 40,642 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. പലിശയുടെ ഇനത്തിൽ തന്നെ നല്ല വരുമാനം ലഭിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ അദ്ദേഹം പണം നിക്ഷേപിച്ചിട്ടില്ല. NSSൽ 9 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ട്. അതേസമയം LICയിൽ നിന്നോ മറ്റേതെങ്കിലും കമ്പനിയിൽ നിന്നോ അദ്ദേഹം ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. സ്വന്തമായി കടമില്ലെന്ന് മാത്രമല്ല ആർക്കും അദ്ദേഹം കടം കൊടുത്തിട്ടുമില്ല. ഇനി ആഭരണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 4 സ്വർണ്ണ മോതിരമാണുള്ളത്. 2024 അതിന്റെ മൂല്യം 2,67,750 രൂപയാണ്. സ്ഥാവര സ്വത്തായ 1 രൂപ പോലും അദ്ദേഹത്തിനില്ല. പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശമ്പളമിനത്തിൽ എല്ലാ മാസവും ലഭിക്കുന്നത് 1.66 ലക്ഷം രൂപയാണ്. അലവൻസായും നല്ലൊരു തുക ലഭിക്കുന്നുണ്ട്. ഇതിൽ പാർലമെന്ററി അലവൻസായ 45,000 രൂപ, എക്സ്പെൻസ് അലവൻസായ 3,000 രൂപ ഉൾപ്പെടെയാണ് ലഭിക്കുന്നത്.